ബോട്ടിൽ നിന്ന് കൊണ്ട് മീൻ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തുടങ്ങണി ലേലം വിളി. നവരയുടെ ഒക്കെ വിളി പോകുന്ന പോക്കെ ഉണ്ടല്ലോ അല്ലേ. നല്ല വിലയുണ്ട് ഇന്ന് മീനിന്. ഭയങ്കര ആളാ മിസ്സേ. ഫിഷാ ഒച്ചിനെയും കൊണ്ട് വന്നോണ്ടേ ഭയങ്കര പാടാനായിട്ട് ഈ ആൾക്കാരുടെ നിന്ന് വാങ്ങാനായിട്ട്. എന്തായാലും ഞാൻ കുറച്ചൊന്ന് പകലോട്ട് മാറിയിരിക്കുകയാണ്. കാരണം സ്മിതയും അമ്മയും ഉണ്ട്, വൈഫും അമ്മയും കൂടെ. ഇവർ മേടിക്കട്ടെ, ഞാൻ ദൂരെ നിന്ന് വീക്ഷിക്കാം. എന്തായാലും ഞാൻ ഫുള്ളൊന്ന് കണ്ട്. കൂടുതലുള്ളത് നെത്തോലി, ചാള, നവര അങ്ങനെയൊക്കെ ഉള്ള മീനുകളാണ് കേട്ടോ. പാരയുണ്ട്, പാര. ഗൈസ്, ആൾക്കാരുടെ തിരക്ക് കണ്ടല്ലോ അല്ലേ. ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹെവി ടാസ്ക്കാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ. ഒറ്റയ്ക്കൊക്കെയാണ് വന്നാൽ പ്രശ്നമില്ല കേട്ടോ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര പാടിയാണ്. ഈ ആൾക്കാരുടെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ട് നടക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഈ മീൻ വാങ്ങാൻ കച്ചവടക്കാരുണ്ടല്ലോ, അവരുടെ തിക്കും തിരക്കും വേറെ. കണവ മീനിന് വിളിക്കുന്ന വിളിയാണ്, കണ്ടല്ലോ അല്ലേ. സോ ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല. കച്ചവടക്കാരൊക്കെ ഇത് വിളിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അവർ പ്രോഫിറ്റിൽ വിൽക്കും, അല്ലെങ്കിൽ ഹോട്ടലുകാർ ചിലപ്പോൾ എടുക്കുമായിരിക്കും. ഇത് കണ്ട, ഇത് ചെറിയ മീനൊന്നും അല്ല, നെമ്മീൻ ക്ലാത്തി അങ്ങനെ എന്തോ ഒരു മീനാണ്. അതിൻ്റെ വില പോകുന്ന പോക്കുണ്ടോ, 25,000 30,000 വില പോകുന്നത്. സോ എന്തായിരുന്നാലും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന് മനസ്സിലായി. നമ്മൾ ചെറിയ കുറച്ച് മീനുകൾ വാങ്ങി, ഒരു 1000 രൂപയ്ക്കകത്തുള്ള മീനുകൾ ലേലം വിളിക്കാൻ പറ്റുന്നതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് പറ്റിയത് ഇവിടെ ചേച്ചിമാരുടെ അടുത്ത് നിന്ന് വാങ്ങണത് തന്നെ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് കയറി കേട്ടോ. കണ്ടില്ലേ, മീൻ ഒത്തിരി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് ആൾക്കാർ ചേർന്നൊക്കെ വാങ്ങാനുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭകരമായിട്ടൊക്കെ വാങ്ങാം. അല്ലാത്ത പക്ഷം നടക്കില്ല. പിന്നെ നമ്മളൊന്നും നോക്കില്ല, കുറച്ച് നാവരയും ഞണ്ടും കണവയും ഒക്കെ ചേച്ചിമാരുടെ അടുത്ത് നിന്ന് വാങ്ങി. സത്യം പറയാമല്ല, ഈ താഴെ ഈ ലേലം വിളിച്ച് വാങ്ങുന്നത് ഒരു ഭാഗ്യ പരീക്ഷണമാണ്. കിട്ടിയാൽ കിട്ടി. അതിനേക്കാളും ലാഭത്തിന് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് പറ്റി എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ വിലയൊക്കെ അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ഫ്രഷ് മീൻ ഈ ചേച്ചിമാരുടെ അടുത്ത് നിന്ന് വളരെ അഫോർഡബിളായിട്ട് വാങ്ങാനായിട്ട് പറ്റി. സോ അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഇനി ഈ പോകുന്ന വഴിക്ക് സൈഡിലൊക്കെ കുറേ പൈപ്പുകളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് കൈയും കാലും കഴുകണമെന്നുള്ളതാണ് ആഗ്രഹം. എങ്ങനെയുണ്ട് മീൻ വാങ്ങിയാൽ വന്ന എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ എൻ്റെ വൈഫ് സ്മിത ഓടി വിളിക്കുകയാണ്. അവൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ല, കുറച്ചും കൂടെയൊക്കെ എളുപ്പം വാങ്ങാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചാണ് ആശാത്തി വന്നത് കേട്ടോ. സോ എന്തായാലും ഇതിൻ്റെ നമ്മൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ അടുത്തായിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ട് കേട്ടോ. കടലൊക്കെ കാണാൻ പറ്റും, കുറച്ച് നല്ല രസമുണ്ട്. ആൾക്കാർ വന്ന് നിന്ന് കാണുന്നുണ്ട്. സോ കൂട്ടത്തിൽ നമ്മൾ നിന്ന് കടലൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഗെയ്സ്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ കാപ്പി പോലും കുടിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ.